അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭൗതിക ലോകത്ത് നമുക്ക് ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണത്തിൽ വിശാലത കിട്ടുക എന്നുള്ളത് വലിയൊരു സൗഭാഗ്യമാണ്. എത്ര മനുഷ്യന്മാരാണ്, എത്രയെത്ര ആളുകളാണ്. ഇഷ്ടാനുസരണം സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, സൗഭാഗ്യങ്ങളുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. പക്ഷേ ഒരല്പം ഭക്ഷണം കഴിക്കാൻ പോലും, അല്ലെങ്കിൽ ഒരു ഇറക്ക് വെള്ളം പോലും ഒന്ന് നല്ല രീതിയിൽ കഴിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് രോഗത്തോട് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന, രോഗശയ്യയിൽ കിടക്കുന്ന ആളുകൾ എത്രയോ ആളുകളുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും അവർക്കുണ്ടായിരിക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം എങ്ങനെയായിരിക്കും? അള്ളാഹു നമ്മുടെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്ത് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ഓരോ വിശ്വാസപരമായ ഈമാനികമായിരിക്കുന്നൊരു മനക്കരത്തോടു കൂടി അതിനൊക്കെ നേരിടാനുള്ള, അതിനൊക്കെ തരണം ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏത് ഭക്ഷണം നമുക്ക് എത്ര ലളിതമായിരിക്കുന്ന ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അത് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി സമയത്തിൽ നമുക്ക് കഴിക്കാനുള്ള സൗഭാഗ്യമുണ്ടാവുക, ഒരു ദാരിദ്ര്യമില്ലാതെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുക, അതോടുകൂടി നമുക്ക് പരലോകത്തും തന്നെ സ്വർഗ്ഗഭവനത്തിലും നമുക്ക് വിശാലമായിരിക്കുന്ന സൗഭാഗ്യം, ജീവിതം, സൗഖ്യം, ഭക്ഷണം നമുക്ക് ലഭിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിന് ഉചിതമായിരിക്കുന്ന നല്ലൊരു ഒറ്റമൂലിയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളുടെ കൂട്ടത്തിൽ യാ മുഖീത്ത് യാ മുഖീത്ത് എന്ന നാമം. യാ മുഖീത്ത് എന്ന പരിശുദ്ധമായിരിക്കുന്ന നാമം കഴിയുന്നത്ര ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇരുലോകത്തും ഭക്ഷണത്തിൽ വിശാലത ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.